കരുണാകരനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ സ്വഭാവം കരുണാകരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്നാലും എന്നോട് ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാൻ അല്ല, ഈ ചാനലിന്റെ സ്വഭാവം ചായ കൊണ്ടെന്നുള്ളത് കരുണാകരന് കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ. എന്നാലും എന്നെ ഒരു പ്രാവശ്യം വിളിച്ച് അതിനെ പറ്റി ഒരു ഖേദം പറയുകയോ പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്നാളെ ഒരു ജോലിക്ക് എടുക്കണമെന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല. NDTV തുടങ്ങുന്നത് നമ്മുടെ പ്രണോയ് റോയ് NDTV തുടങ്ങുന്നു, ബഡ്ജറ്റ്സ് ഒക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു ഇക്കണോമിക് പ്രോഗ്രാം മണി മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ 2 ബിഗ് പ്രൊഡ്യൂസേഴ്സ് ഫോർ ദ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ കിട്ടിയതിനെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് എങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, കുഴപ്പമുണ്ട്. അതിന്റെ ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി, ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ഏഷ്യാനെറ്റ്. അത് അങ്ങനെയാണ് ഏഷ്യാനെറ്റിനോട് എനിക്ക് എന്നാലും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മമ്മൂട്ടി വീണ്ടും വിളിച്ച് എന്നെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും വലിയ സംശയം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങൾ. പക്ഷെ അത് മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഞാനാണ് എനിക്ക് ആ റോൾ അഭിനയിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എന്റെ റോളിന് ഒരാള് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു അത് വേറെ ആള് കിട്ടാൻ വിഷമാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, രണ്ടും നല്ല റോൾസാണ്, ഞാൻ അത് ചെയ്യാം, പക്ഷെ ഇതിന് പുതിയൊരാൾ വേണം. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ ആദ്യത്തെ ന്യൂസ് വാർത്ത ഞാനും നീതി രവീന്ദ്രനാണ് നെറ്റ്വർക്ക് തുടങ്ങിയപ്പോ. വെരി ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് കാസ്റ്റ് ഞാനും നീതി രവീന്ദ്രനും ഒരുമിച്ചാണ് ഡൽഹിയിൽ. അതിലെല്ലാവർക്കും താടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊരു നിരൂപകൻ ഇനിയും വടിച്ചിട്ടില്ല എന്ന് വിളിക്കാതെ പലപ്പോഴും അത് എല്ലാ കാലപത്രങ്ങൾക്കും താടിയുണ്ട്. അതിനും പഴയ നക്സൽസ് എന്നുള്ള ഞാൻ തന്നെ പോയിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ബഹ്റൈൻ. അങ്ങനെയാണ് ഹിന്ദുവിന്റെ വെസ്റ്റ് ഏഷ്യ ബ്യൂറോ ഞാനാ തുടങ്ങുന്നത് അവിടെ 84. അന്ന് ഇറാഖ് യുദ്ധം നടക്കുന്നു കാലഘട്ടം. ഫസ്റ്റ് ഗൾഫ് വാർ അല്ല, ഇറാൻ ഇറാഖ്. ഭാസ്കർ മാഷ്ക്ക് വളരെ അടുപ്പുള്ള ഒരാൾ യേശുദാസിനെ. സത്യം പറഞ്ഞാൽ ആദ്യകാലത്ത് യേശുദാസിനെ അഗസ്റ്റിൻ ബഹദൂർ ഭാസ്കർ മാഷെ വന്ന് ഏൽപ്പിക്കുകയാണ്. എന്റെ മകന് അഗസ്റ്റിൻ ബഹദൂർ യേശുദാസിന്റെ അച്ഛനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ഭാസ്കർ മാഷ് മൈലുകളോളം നടന്നിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ആത്മകഥ. ഒരാളുടെ ഓർമ്മ ഇല്ലാതെ വരിക, നമ്മളെ പോലും ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, ഭാര്യ മാത്രം അവസാനം വരെയും ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് VS വയലാർ ഗർജിക്കുന്നെന്ന് ചൊല്ലി തുടങ്ങി. ഭയങ്കര ഓർമ്മ ചൊല്ലി ഒന്ന് 3-4 എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ് ഒരു തെറ്റില്ലാതെ. കാരണം ഇവര് പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സംഘടിതരായി ഞങ്ങളെ തന്നെ ഒന്ന് എനർജൈസ് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടും. എവിടെയോ കണക്ട് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്നതാണ് ആ സിനിമയുടെ സാഹചര്യം. 84ന്റെ റൈറ്റ്സ് ആണെങ്കിലും അത് തന്നെയാണ് സാഹചര്യം. ഈ കന്യാസ്ത്രീകളുടെ ഇതിലേക്ക് ഇവര് അറ്റാക്ക് ചെയ്യുന്നു, അടിച്ചു കയറുന്നു, നോക്കുന്നു. എന്നിട്ട് ഈ ഒരു അമ്മയും ഒരു സർദാറിനെ അമ്മയും അവന്റെ ചെറിയ മോനെയും ഇവര് എങ്ങനെയാണ് അവിടുന്ന് സ്മഗിൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് എന്റെ കഥ. ആരോപണമല്ല എന്ന് ഭുജൻ പറഞ്ഞു. പലരും അത് ആരോപണം പോലെ പറയാറുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്, അത് ഇപ്പൊ ഇത് ലെഫ്റ്റ് ചാനൽ നിങ്ങൾ പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ആരോപണം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ലെഫ്റ്റ് ആവുന്നത് എന്താ ഒരു കുറ്റമാണോ? റൈറ്റ് ആവുന്നത് കുറ്റം അല്ലെങ്കിൽ ലെഫ്റ്റ് ആവുന്നത് കുറ്റമാണോ? മലയാളത്തിൽ ജനകീയമായൊരു ദൃശ്യമാധ്യമ സംസ്കാരത്തിന് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട ശശികുമാർ, സ്വാഗതം സാർ. താങ്ക് യു ബിജു. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാള്, ഒപ്പം തന്നെ മലയാളികൾക്ക് വളരെ സുപരിചിതനാകുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ സ്വകാര്യ പ്രാദേശിക ചാനലിന് തുടക്കം കുറിച്ച ആള്, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജേർണലിസം സ്കൂളിന്റെ സ്ഥാപകൻ, ഒപ്പം തന്നെ സംവിധായകൻ, നടൻ. അങ്ങനെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് താങ്കൾ. താങ്കളുടെ ഒരു മലയാളി വേരുകളെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ അത്ര സുപരിചിതമായിരിക്കില്ല. ഒരുപക്ഷെ പുറത്തുള്ള പല നമ്മുടെ മലയാളികളെയും പോലെ, ഇപ്പൊ പ്രകാശ് കാരാട്ട്, ഇപ്പൊ ശശി തരൂർ ഒക്കെ പോലെ മലയാളം പറയും. പക്ഷെ എന്നാലും ഇടപെടലുകളിലൊക്കെ ഒരു ഇംഗ്ലീഷ് ചൊവ്വയാണുള്ളത്. ഇപ്പൊ താങ്കൾ കൊടുങ്ങല്ലൂർക്കാരനാണ്. താങ്കളുടെ ആ ഒരു മലയാളി എത്രമാത്രം താങ്കളുടെ ആ കൊടുങ്ങല്ലൂരത്വവും മലയാളിത്വവും ഒക്കെ ഉണ്ട് എന്നതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മലയാളം പറഞ്ഞാൽ ജനങ്ങൾ
പൊറുക്കുവോ ക്ഷമിക്കുവോ എന്നുള്ള ഭീതി കൊണ്ടായിരിക്കും. ഞാൻ പക്ഷെ പറഞ്ഞു പഠിച്ച മലയാളം. ഞാൻ കേരളത്തിൽ ജീവിച്ചിട്ടേ ഇല്ല. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ബോംബെയിലായിരുന്നു. അച്ഛൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബോംബെയിലാണ് ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ് വരെയും പഠിച്ചത് ബോംബെയിലാണ്. പിന്നെ അച്ഛന് ട്രാൻസ്ഫർ ആയി സർവീസിലായിരുന്നു, മറ്റേ കൽക്കട്ടയ്ക്ക് മാറി. അപ്പോൾ അവിടെ ഒരു കൊല്ലം പഠിച്ചു. പിന്നെ മദ്രാസിലായിരുന്നു. 7ാം ക്ലാസ് തൊട്ട് മദ്രാസിലാണ് പഠിച്ചത്. 6ാം ക്ലാസ് തൊട്ട് ആക്ച്വലി മദ്രാസിലാണ്. അന്ന് മദ്രാസ്, ഇന്ന് ചെന്നൈ. അതുകൊണ്ട് ഞാൻ കേരളം സമ്മർ വെക്കേഷന് നമ്മൾ വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ സ്ഥലമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കും അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലേക്കും. അത് കരൂപ്പടന്ന എന്ന് പറയും അച്ഛൻ്റെ വീട്, കൊടുങ്ങല്ലൂർ അടുത്ത്. മറ്റത് ശ്രീനാരായണഗിരി, മണപ്പുറം എന്നും പറയും അമ്മയുടെ വീട്. അപ്പോൾ മിക്കവാറും അവിടെ വന്ന് ഞാൻ മിക്കവാറും എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അത് ഈ സമ്മർ വെക്കേഷന് വളരെ കാത്തു നിൽക്കുന്നൊരു ഇതായിരുന്നു അന്ന് കുട്ടിക്കാലത്തൊക്കെ. അങ്ങനെ പഠിച്ചു വളർന്ന മലയാളം. എന്നാൽ എൻ്റെ അമ്മ എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും പറ്റും. കാരണം അമ്മ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു. അതിന് കുറച്ച് തല്ലൊക്കെ കൊണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ മടിയായിരുന്നു, എന്നാലും പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് അത് ഇപ്പൊ ഭാഗ്യമായി പോയത്. കാരണം എനിക്കിപ്പോൾ വായിക്കാനും എഴുതാനും പറ്റും. പിന്നെ ഈ ഭാഷ ഉപയോഗിക്കാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് മലയാളം വലിയ പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് സാറിന്റെ ഒരു അറിയപ്പെടാത്ത ഒരു രംഗം എന്ന് പറയുന്നത് 10 വർഷത്തോളം സംഗീതം പഠിച്ചു സാറെന്ന് കേട്ടിട്ടുണ്ട്. അതെ, എനിക്ക് സംഗീതത്തില് ചെറുപ്പകാലം തൊട്ടേ വളരെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ അമ്മയ്ക്കും സംഗീതത്തിൽ വലിയ താല്പര്യം. അമ്മ പഠിച്ചിട്ടുണ്ട്. അമ്മ സംഗീതജ്ഞയാണ്. പഠിച്ചിട്ടുണ്ട്. അമ്മയും ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചപ്പോൾ വിട്ടുപോയി. അന്നത്തെ ഒരു ദുരവസ്ഥയാണ് സ്ത്രീകളുടെ. അപ്പോൾ അമ്മ എന്നെ സംഗീതം കേൾപ്പിക്കും. സിനിമാ പാട്ടായിരുന്നു മിക്കവാറും, പക്ഷെ കർണാടക സംഗീതം ഇടയ്ക്ക് കേൾപ്പിക്കും, ഇടയ്ക്ക് മൂളിപ്പാടും. അങ്ങനെ എൻ്റെ അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടാവും എൻ്റെ മനസ്സിൽ. അതിന് എൻ്റെ ഒരു ഓർമ്മ, ഞങ്ങളുടെ ഫാമിലി ആൽബത്തിൽ ഒരു ചെറിയ ചിത്രമുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബോംബെയിൽ സേക്രഡ് ഹാർട്ട് സ്കൂൾ വർലിയിലാണ് ഞാൻ പഠിച്ചത്. ഓർമ്മയുണ്ട് എനിക്കാണ്. അപ്പൊ അവിടെ ഒരു മലയാളി സമാജമുണ്ട് വർലിയിലെ മലയാളി സമാജത്തിൽ. ഞാൻ 5ാം ക്ലാസ്സിൽ ഒരു പാട്ട് പാടി. ആ പാട്ടാണ് നാഴിയൊരി പാല് കൊണ്ട് നാടാകെ. ഭാസ്കർ മാഷ് പാട്ട്. അന്ന് ഭാസ്കർ മാഷാണ് ആരാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ ആ ആൽബത്തിൽ ആ ഫോട്ടോ ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അമ്മ എപ്പോഴും പറയുന്നു എനിക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പക്ഷേ അതുകൊണ്ട് സംഗീതം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോഴാണ് ഗ്രാജുവേഷൻ ഫൈനൽ ഇയറും പോസ്റ്റ് ഗ്രാജുവേഷനും സംഗീതത്തിൽ എനിക്ക് താല്പര്യം. ഞാൻ പഠിപ്പ് തുടങ്ങുന്നത് ആദ്യം ഒരു സ്ത്രീ ആയിരുന്നു പഠിപ്പിച്ചത്. പിന്നെ വെങ്കട്ടരാമ ഭാഗവതർ, അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ഒരു 10 കൊല്ലം പഠിച്ചത്. അദ്ദേഹം മഹാരാജപുരം വിശ്വനാഥ അയ്യരുടെ ശിഷ്യനായിരുന്നു. അതായത് മഹാരാജപുരം സന്താനം, മഹാരാജപുരം വിശ്വനാഥ അയ്യരുടെ മകനാണ് മഹാസന്താനം. വിശ്വനാഥ അയ്യരുടെ 2 ശിഷ്യന്മാർ, കീക്ക് ശിഷ്യന്മാർ, മെയിൻ ശിഷ്യന്മാർ വെങ്കട്ടരാമ ഭാഗവതരും അദ്ദേഹത്തിന്റെ മകൻ മഹാരാജപുരം സന്താനമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് ഞാൻ പഠിച്ചു വന്നത്. മഹാരാജപുരം വിശ്വനാഥ എന്ന് പറഞ്ഞാൽ മോഹനത്തിന്റെ ഒരു എന്താ പറയുക എക്സ്പേർട്ടാണ് അദ്ദേഹം. മോഹനം പിഴിഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ സംഗീതം പഠിച്ചു. എന്നാൽ അത് അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് പെർഫോമൻസിലേക്ക് പോകണം എൻ്റെ ഭാഗവതർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള അങ്ങനെ ആ താല്പര്യം ഇല്ലായിരുന്നു താനും. എന്നാൽ അതിനുള്ള സമയവും സാവകാശവും ഇല്ലായിരുന്നു ഇതിങ്ങനെ ഒരു സിംഗിൾ മൈൻഡഡ് ചെയ്യാൻ. കാരണം അപ്പോഴേക്കും ഞാൻ പലതും ചെയ്ത് എൻ്റെ കോളേജ് സമയം എന്താ പറയാ പോസ്റ്റ് ഗ്രാജുവേഷൻ തൊട്ട് തന്നെ ഞാൻ പലതും ചെയ്തുകൊണ്ടിരുന്നു അതേ സമയത്ത്. അതുകൊണ്ട് അതിനുള്ള സമയവും കിട്ടിയില്ല. പക്ഷെ സംഗീതം എനിക്ക് ഇപ്പോഴും വളരെ താല്പര്യമുള്ളൊരു ഉള്ളിൽ സംഗീതം ഉണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലെ? ഉള്ളിൽ തീർച്ചയായിട്ടുണ്ട്. പുറത്തിടുമ്പോ സൂക്ഷിക്കണം. അതെ അതെ. പിന്നെ ആ കാലത്ത് തന്നെ ഇപ്പോ വലിയ മഹാരഥന്മാരായ ഇപ്പൊ ബാലമുരളികൃഷ്ണയും അതുപോലെ സുബ്ബലക്ഷ്മിയൊക്കെ ആയിട്ട് പരിചയമുണ്ടെന്നോ അങ്ങനെയും കേട്ടിരുന്നു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമില്ല. ഞാൻ ബാലമുരളിയായിട്ട് സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട്. ക്ലാസ്സിന് അദ്ദേഹം എന്നെ എടുക്കാമെന്നും പറഞ്ഞു. അതേ സമയത്താണ് നമ്മുടെ ജയചന്ദ്രൻ അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രാസില്. അങ്ങനെയാണ് ജയചന്ദ്രനെ പരിചയപ്പെടുന്നത്. ബാലമുരളി കൃഷ്ണന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യം
ജയേന്ദ്രനെ കാണുന്നത്. ജയേന്ദ്രൻ ബാലമുരളിയായിട്ട് കുറച്ചു കാലം സംഗീതം പഠിച്ചിട്ടുണ്ട്. പലർക്കും അറിയാം. അറിയില്ല. അങ്ങനെ നീണ്ടു കാലം പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ചു കാലം ഒരു കൊല്ലത്തോളം പഠിച്ചിട്ടുണ്ടാവും മദ്രാസിൽ വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ബാലമുരളിയായിട്ട്, എന്നാൽ ബാലമുരളിയുടെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ബാലമുരളിയായിട്ട് എനിക്ക് നല്ല എന്താ പറയാ അടുപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട്. ഞാൻ ബഹ്റൈനിലുള്ള ശേഷം ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ബഹ്റൈനൊക്കെ ചുറ്റി കാണിക്കുന്നത് ഞാനാണ് അദ്ദേഹത്തെ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ MS സുബ്ബലക്ഷ്മിയായിട്ട് അതിന് ശേഷമാണ് സ്വരലയ, നമ്മുടെ MA ബേബി ഒക്കെ MA ബേബിയുടെ ആ സമയത്താണ്. അപ്പൊ MS സുബ്ബലക്ഷ്മിയുടെ അവസാനത്തെ കോൺസേർട്ട് അവരുടെ ജീവിതത്തിൽ, അതാണ് അവരുടെ ഏറ്റവും അവസാനത്തെ കോൺസേർട്ട്. അത് മ്യൂസിക് അക്കാദമിയിൽ സ്വരലയാണ് നടത്തിയത്. അന്നൊക്കെ ഞാൻ അത് ഇടപെട്ടിട്ടുണ്ട്. അതിനു മുമ്പും അതിന് ശേഷം. അങ്ങനെയാണ് ഇപ്പോൾ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങളൊരു വളരെ വ്യത്യസ്തമായ ഒരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. അതിന് MS സുബ്ബലക്ഷ്മി ഓഡിറ്റോറിയം എന്നാണ് പേരും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് അക്കൂസ്റ്റിക്സ്, അതിന് മൈക്കില്ലാതെ എല്ലാവർക്കും പാടാം. അതിന്റെ കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചറൽ അക്കൂസ്റ്റിക്സ്, അത് കാരണം അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും 342 സീറ്റുണ്ട്. ഏത് സീറ്റിലുള്ളവർക്കും കൃത്യമായിട്ട് ഒരേ രീതിയിൽ പാട്ടും അതിന്റെ ഇന്റൻസിറ്റിയും ഡെസിബിൾ ലെവലും നുവാൻസസും അതിന്റെ പ്രത്യേകതകളും എല്ലാം ഭംഗിയായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങിപ്പം സംഗീതത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയൊരു സംഗീതത്തിന് കിട്ടുമായിരുന്നു അല്ലേ? യേശുദാസൊക്കെ എവിടെ നിൽക്കുന്നത്? യേശുദാസൊക്കെ ആയിരുന്നു കോമ്പറ്റീഷൻ. അതുകൊണ്ട് എവിടെ എത്തില്ല, അതുകൊണ്ട് സംശയമില്ല. കാരണം യേശുദാസൊക്കെ ഗോഡ് ഗിവൻ ഗിഫ്റ്റ്. അങ്ങനെ വളരെ ബ്ലെസ്ഡ് സിംഗർ. എന്നാൽ ഭാസ്കർ മാഷ്ക്ക് വളരെ അടുപ്പുള്ള ഒരാൾ യേശുദാസിനെ സത്യം പറഞ്ഞാൽ ആദ്യകാലത്ത് യേശുദാസിനെ അഗസ്റ്റിൻ ഭാഗവതർ ഭാസ്കർ മാഷെ വന്ന് ഏൽപ്പിക്കുകയാണ്. എന്റെ മകന് അഗസ്റ്റിൻ ഭാഗവതർ യേശുദാസിന്റെ അച്ഛനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ഭാസ്കർ മാഷ് മൈലുകളോളം നടന്നിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. അതേപോലെ പലരും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് സമ്പാദ്യമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പൊ യേശുദാസിന് ആ വിധി വരരുതെന്ന് വെച്ചിട്ട് യേശുദാസ് അപ്പോഴും ഗാനഭൂഷണമൊക്കെ ചെയ്തു, പാട്ട് പഠിച്ചിട്ട് നല്ലോണം പാടും. ഇവിടെ ഈ നമ്മുടെ യുവകല കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. എനിക്ക് തോന്നുന്നു യേശുദാസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന അതേ കൊല്ലത്തിലാണ് ജയേന്ദ്രനും കിട്ടുന്നത്. അതിനൊക്കെ ശേഷം അഗസ്റ്റിൻ ഭാഗവതരാണ് മറ്റേ ഭാസ്കരൻ മാസ്റ്റർക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മൗണ്ട് റോഡിലടുത്തുള്ള വീട്ടിൽ ഏൽപ്പിച്ചിട്ട് യേശുദാസ്, അന്ന് യേശുദാസ് വളരെ ചെറുപ്പമായിരിക്കും. അങ്ങനെ യേശുദാസ് ഭാസ്കർ മാഷിന്റെ വീട്ടിൽ, അന്ന് ഭാസ്കർ മാഷിന്റെ മക്കളുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. അവരുടെ ഓഫീസിലായിരുന്നു, മുകളിലായിരുന്നു ഓഫീസ്, ചുവട്ടിലായിരുന്നു വീട്. അദ്ദേഹം പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയ കാലഘട്ടം. യേശുദാസ് ഓഫീസ് ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഭക്ഷണമൊക്കെ അവരുടെ തന്നെ കഴിക്കുന്നു. രാധികന്റെ ഭാര്യ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് യേശുദാസ്. അതൊക്കെ അതുകൊണ്ട് അവരായിട്ട് വളരെ അടുപ്പായിരുന്നു. അത് വളരെ ആദർശികമായിട്ടാണ് ഞാൻ ആ ഫാമിലിയിലേക്ക് ഭാസ്കർ മാഷയുടെ മോളുടെ കല്യാണം കഴിക്കുന്നതും പിന്നെ യേശുദാസിന് അതിന് ശേഷം കാണുന്നതൊക്കെ വളരെ വ്യത്യസ്ത സാഹചര്യത്തിലാണ്. നമുക്ക് ഭാസ്കർ മാഷയിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഭാസ്കർ മാഷയുടെ ഒരു കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലും സംഗീതത്തിലും എഴുത്തിലും ഒക്കെ ഒരു വേറെ തന്നെ ഒരു തലപൊക്കമുള്ള കേരളത്തിന്റെ വേറൊരു ഹിസ്റ്ററിയാണ്. ഇപ്പൊ താങ്കൾ മാധ്യമപ്രവർത്തകനുമാണ്. എൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഇപ്പൊ മാഷയുടെ ഈ വയലാർ ഗർജിക്കുന്നു എന്നുള്ള ഒരു കവിത എന്ന് പറയുന്നത് ഒരു കാവ്യ റിപ്പോർട്ടിംഗ് ആണെന്ന് തോന്നുന്നു, വയലാർ സമരത്തിന്റെ ഒക്കെ. സാർ അതേ കുറിച്ചൊക്കെ എന്തായാലും ഭാസ്കർ മാഷൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ എന്തെങ്കിലും? ഭാസ്കർ മാഷ് പഴയ വിപ്ലവകാലത്തെ പറ്റി അധികം സംസാരിക്കാറില്ല. കാരണം അതെല്ലാം പുള്ളിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ എടുത്ത് ചോദിച്ചാൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയും. അത് വളരെ ക്ലുപ്തമായിട്ട് പറഞ്ഞു വിടും. അതിനെപ്പറ്റി ദീർഘമായിട്ട് ചർച്ച ചെയ്യാന്നുള്ള ഒരു സ്വഭാവം എന്നോട് മാത്രമല്ല, മക്കളോടുമില്ല, ഭാര്യ. അതുകൊണ്ട് ഭാസ്കർ മാഷിന്റെ വിപ്ലവകാലത്തെ പറ്റി ഞങ്ങള് ഭാസ്കർ മാഷിന്റെ ആത്മകഥ കുറിപ്പുകൾ വായിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി അപ്പോഴാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നത്. മനസ്സിലായി. ഇപ്പോ പണ്ട് മറ്റേ വിദ്യാർത്ഥി സമരം, പണ്ട് ആന്റി ബ്രിട്ടീഷ് സമരം, പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ 2 പ്രാവശ്യം പോയി മർദ്ദനം അനുഭവിക്കുന്നത്, പിന്നെ അതേസമയം കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോ ഒരു പാട്ട്, അതിന്റെ ഒരു കൂട്ടായ്മ, അങ്ങനെ പലരും ഉണ്ട്, രാഘവ മാഷ്, അങ്ങനെ പലരും. അപ്പോ അതൊക്കെ ആത്മകഥ മുഖാന്തരം, ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ ഞാൻ ഭാസ്കർ മാഷ് മുഖാന്തരമാണ് കാണുന്നത്.
അതെ അതെ ഉദയഭാനു ആയാലും പ്രത്യേകിച്ചും തിക്കോടിയനെയൊക്കെ ഞാൻ ആദ്യം അവസാനം കണ്ടത് ഭാസ്കർ മാഷിന്റെ കൂടെ ഒരു കോഴിക്കോട് ഏഷ്യനെറ്റ് കാലഘട്ടത്തിൽ പോയപ്പോഴാണ്. അപ്പൊ നടന്ന സംഭവം പെട്ടെന്ന് പറഞ്ഞു, കാരണം പറഞ്ഞു. അപ്പൊ അപ്പൊ ഭാസ്കർ മാഷ് പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഞങ്ങൾ എന്തോ ഒരു ഭാസ്കർ മാഷ് എന്ന ചെയർമാനാണ് ഏഷ്യൻ കേബിൾ നെറ്റ്. അപ്പൊ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പോയി. അവിടെ പറഞ്ഞു, നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് തിക്കോടിനെ ഒന്ന് കാണാം, കുറെ കാലമായി, അദ്ദേഹം 10-20 കൊല്ലമായി കണ്ടിട്ടുണ്ടോ. തിക്കോടിനെ മാഷെ കണ്ടപ്പോൾ സന്തോഷം, അവർ കെട്ടിപ്പിടിക്കുന്നു, പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു, ചിരിക്കുന്നു. തിക്കോടി ഭാസ്കർ മാഷ്ക്ക് ഇപ്പൊ പഴയ പോലെ എന്ന വിശ്വാസമൊക്കെ വന്നു അല്ലേ, അമ്പലത്തിലൊക്കെ പറഞ്ഞു. ഭാസ്കർ അമ്പലത്തിലൊന്നും പോകാറില്ല, പക്ഷെ ഞാൻ റോഡിലിങ്ങനെ വിശ്വാസമുണ്ട്, വിശ്വാസിയായി മാറി. പക്ഷെ ഞാൻ അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും എന്താ പറയാ ചർച്ച് കണ്ടാലും മുസ്ലിം പള്ളി ക്രിസ്ത്യൻ എന്റെ മനസ്സിലൊന്ന് തൊഴും. അപ്പൊ തിക്കോടിയനെ എങ്ങനെയാന്ന് ചോദിച്ചു. തിക്കോടിയൻ പറഞ്ഞു, എനിക്ക് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ മാഷ്. അതെ, നമ്മൾ വയസ്സായി വരുമ്പോ അങ്ങനെ കുറേശ്ശെ വിശ്വാസങ്ങളൊക്കെ മാഷ് പറഞ്ഞു. അപ്പൊ തിക്കോടിയന്റെ മറുപടി, അതുകൊണ്ടല്ല, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ഓൻ എവിടെ ഇരിക്കണേന്ന് അറിയില്ലല്ലോ, അതെന്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു റെഡി വിത്തിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ ഭാസ്കർ മാഷിന്റെ സുഹൃത്തുക്കളെ ഞാൻ ശോഭന പരമേശ്വരൻ നായർ, അവരൊക്കെ ഏഷ്യനെറ്റിലും അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഭാസ്കർ മാഷിയുടെ ഒരു അവസാന കാലം അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് ഒരു വലിയ ബാധിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിലരൊക്കെ അദ്ദേഹത്തിന് കാർ യാത്രയിൽ ഈ പാട്ടിട്ട് കേൾക്കുമ്പോ, ഭാസ്കർ മാഷിയുടെ തന്നെ പാട്ടിട്ട് കേൾക്കുമ്പോ ഭാസ്കർ മാഷ് ഇത് ആരാണ് ഇത് എഴുതിയെന്ന് ചോദിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, വളരെ നമുക്ക് ദുഃഖകര ഒരു പീരീഡ് ആയിരുന്നു ആ ഒരു കാലഘട്ടം. കാരണം ഒരാളുടെ ഓർമ്മ ഇല്ലാതെ വരിക, നമ്മളെ പോലും ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, ഭാര്യ മാത്രം അവസാനം വരെയും ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്നെയൊക്കെ അവര് ഓർമ്മയുണ്ട് എന്ന് പറയുന്നല്ലാതെ നമുക്കറിയാം ഓർമ്മയില്ല, മറന്നുപോയി എന്നുള്ളത് അറിയാം. ഈ പറഞ്ഞ പോലെ ഇവിടെയും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയാണല്ലോ, ഈ വീട്ടിലാണ്. അപ്പൊ കാലത്ത് എണീറ്റിട്ട് ഭാര്യയ്ക്കും അദ്ദേഹത്തിനും ഈ റേഡിയോയിൽ വരുന്ന പാട്ടുകൾ വരും. അപ്പൊ മിക്കവാറും ഭാസ്കർ മാഷിന്റെ പാട്ടുകള് കുറെ ഉണ്ടാവും. അപ്പോ അത് കേട്ടിട്ട് ഭാസ്കർ മാഷ് ഇത് നല്ല പാട്ടാണല്ലോ, ഇത് ആരാ എഴുതുന്നത്, കാരണം വാക്കുകളും ഓർമ്മയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത് വളരെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. ആ സമയത്ത് ഭാസ്കർ മാഷ്ക്ക് ഒരു അവാർഡ് കൊടുത്തു, സിംഫണി അവാർഡ് എന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ സിംഫണി പ്രോഗ്രാം ചെയറിൽ. അപ്പൊ അവരുടെ ഒരു ആദ്യത്തെ രണ്ടാമത്തെ അവാർഡായിരുന്നു അത് ഭാസ്കർ മാഷ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ അന്ന് VS ആണ് മുഖ്യ അതിഥി. അപ്പൊ ONV ഉണ്ട്, VS ഉണ്ട്, ഭാസ്കർ മാഷ് ഇരുത്തി. അന്ന് തന്നെ ഓർമ്മ പശുവുണ്ട്. അപ്പൊ ഞാനും ഇരിക്കുന്നു സ്റ്റേജിൽ. ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാനല്ല, ഭാസ്കർ മാഷിന്റെ കൂടെ ഒരാൾ ഇരിക്കണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നു. അപ്പോ അന്ന് ആദ്യം പലരും സംസാരിച്ചു, പിന്നെ VS സംസാരിച്ചു വളരെ വികാരഭരിതനായിട്ട്. മറ്റേ ഈ വയലാർ ഗർജിക്കുന്നു, കാരണം VS അനുഭവിച്ച ആളാണ്, ജയിലിൽ പോയ കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ട് പെട്ടെന്ന് VS വയലാർ ഗർജിക്കുന്നു ചൊല്ലി തുടങ്ങി. ഭയങ്കര ഓർമ്മ ചൊല്ലി ഒന്ന് 3-4 എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ് ഒരു തെറ്റില്ലാതെ. കാരണം ഇവര് പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സംഘടിതരായി ഞങ്ങളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്യാൻ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടും. പോലീസുകാരിങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇത് വെല്ലുവിളി പോലെ പാടുന്നുള്ളതാണ്. അപ്പൊ ഭാസ്കരൻ മാഷ് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് കേൾക്കുന്ന. അപ്പോ ഹീസ് ഗെറ്റിംഗ് റെസ്റ്റ്ലെസ്. അപ്പൊ അവനോട് നമുക്ക് പോവാന്ന് പറയുന്നു. അപ്പൊ എനിക്ക് എന്താണ്, അപ്പൊ എനിക്ക് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റ് പോകാനുള്ള, അല്ല എന്താ, അല്ലല്ല ഇത് ആരാത്, എന്താ പാടണ, എന്താ ആരാത്. അപ്പൊ എന്തോ ഒരു തിരിച്ചറിവുണ്ട്, എന്നാൽ അത് വ്യക്തമായിട്ടില്ല. ആ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ പിന്നെ ആ ചൊല്ലല് നിന്നപ്പോൾ അദ്ദേഹം അടങ്ങി. ഇത് ഞാൻ അങ്ങനെ പുറത്ത് അധികം പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വീട്ടിലെല്ലാവർക്കും അറിയാം. അന്നാണ് എനിക്ക്, കാരണം പുള്ളിയുടെ ഓർമ്മ ക്ലിയർ ആയിട്ട് പോയി മനസ്സിലാവുന്നത്. അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് വലിയൊരു പേടി. പലവർക്കും ഇത് കണ്ടാൽ ചിലപ്പോ നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഇപ്പൊ ബിജു ഇരിക്കുകയാണ്, ഇപ്പൊ പുറത്ത് വന്നാല് ഞാൻ പറയും ഇത് ബിജു പിന്നെ അറിയില്ലേ, പിന്നെ അറിയില്ല. അതൊരു മര്യാദ അറിയില്ല എന്നുള്ള വളരെ വ്യക്തമാണ്. ബിജുവിനെ നേരത്തെ അറിയുമെങ്കിലും
അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഒരു തവണ സക്രിയയും ഒന്ന് രണ്ടുപേരും കൂടി ഇവിടെ വന്നു വൈകുന്നേരം മാഷ്ക്ക് ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ വാർത്ത കേൾക്കലുണ്ട്. അതൊരു കമ്പൽഷനാണ്. വാർത്ത ഡൽഹിയിൽ നിന്ന് വായിക്കാം. ആ സമയത്ത് വരുന്നത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ സക്രിയ എന്നോട് പറഞ്ഞതാ, നമ്മുടെ എഴുത്തുകാരൻ സക്രിയും ഒരു കൂട്ടുകാരനും രണ്ടുപേരും കൂടി വന്നിട്ട്, അപ്പൊ മാഷിന്റെ മുമ്പ് അന്ന് തന്നെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു, ശരിക്കും തിരിച്ചറിവില്ല. പക്ഷെ കഴിഞ്ഞപ്പോ സക്രിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാ പോവാ? അപ്പൊ പക്ഷെ എന്താ പക്ഷെ അല്ല, എനിക്ക് ഇത്ര മണിയായി ന്യൂസ് കേൾക്കണം, അപ്പോഴേക്കും പോണം കേട്ടോ. അതായത് ഈ ഔപചാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുപോവാണ്. അതിനകത്ത് ആളെയല്ല, വളരെ സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതൊക്കെയാണ് കഷ്ടം തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിൽ ദൂരദർശനിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. അപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞങ്ങളത് ട്രൈ ഡിസ്വേഡ് വേണ്ട, കാരണം അവിടെ എന്താ പറയാ ഓർമ്മയില്ലല്ലോ. വരുന്നവരോടും പറയും, കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇത് ഭാസ്കർ മാഷോട് ചോദിച്ചു, അത് വളരെ ക്ലീൻ ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പൊ അവർ ചോദിച്ചു, നിങ്ങൾ പണ്ട് വിപ്ലവകാലത്തെ പറ്റി സഖാവായിരുന്നല്ലോ, പണ്ട് സഖാവായിരുന്ന ആ കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഉടനെ ഒരു ഹെസിറ്റേഷൻ, അത് എനിക്ക് അഭിമാനം തോന്നുന്നു. അപ്പൊ പഴയതൊക്കെ തിങ്ങിക്കിടപ്പുണ്ട്. അതിന്റെ ഒരു ഞാൻ എസ് ജാനകി ഒരു തവണ വന്നപ്പോ അങ്ങനെ ഒരു സംഭവം അവര് കരഞ്ഞുപോയി അല്ലേ? അവര് പാടി എന്നിട്ടും മാഷ്ക്ക് അത് പെടുത്തുന്നിട്ട്, എന്നിട്ടും ആരാണ് പാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ പാട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ നന്നായിട്ട് പാടി കേട്ടോ കുട്ടി എന്ന് പറയുന്നത്. ഈ അൽഷിമേഴ്സ് എന്ന രോഗം തന്നെ പലപ്പോഴും കേൾക്കുന്നത് ഇത്തരം പ്രശസ്ത വ്യക്തികളിലൂടെ. ഇപ്പൊ അതിലൊരു പ്രശസ്തനാണ്, ബാധിച്ചൊരു പ്രശസ്തനാണ് ഭാസ്കർ മാഷ് അല്ലേ? ആ ഒരു രോഗത്തിന്റെ അത് രോഗത്തിന്റെ പ്രത്യേകതയാണ്. അതിന് അങ്ങനെ ഒരു ക്യൂർ കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല. ഇപ്പോ അങ്ങയുടെ മറ്റൊരു കൗതുകം എന്നല്ല, കഴിവ് തന്നെയാണ് സിനിമയാണ്. ഇപ്പൊ റോബർട്ട് ബ്രസനൊക്കെ പോലെയുള്ള ഒരു സംവിധായകനാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷെ സിനിമയെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്റെ മാധ്യമ ജീവിതം ഞാൻ സിനിമയെ പറ്റി എഴുതിയിട്ടാണ് ചുവടുവെക്കുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എഴുത്തു തുടങ്ങി സിനിമയെപ്പറ്റി നിരീക്ഷണം, റിസർച്ച്, പ്രത്യേകിച്ചും യൂറോപ്യൻ മാസ്റ്റേഴ്സിനെ പറ്റി, അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ സിനിമ, സറിയൽ സിനിമ, ഇംപ്രഷനിസ്റ്റ് സിനിമ, അങ്ങനെ പല കാറ്റഗറി എല്ലാം. അപ്പൊ എനിക്ക് അന്നൊക്കെ ഒരു എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു ഹിന്ദുവിന് സിനിമ റിവ്യൂസ് ഞാൻ ചെയ്യില്ല, പക്ഷെ ഒരു ഡീപ്പ് അനാലിസിസ് ഉള്ള ലേഖനങ്ങൾ എഴുതുന്നതും എല്ലാ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസും ഹിന്ദുവിന് ഞാനൊക്കെ. അത് ഈ അടുത്തിടെ ഞാൻ ഈ സി വി ബാലകൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ശശികുമാറിന്റെ ഹിന്ദുവിൽ വരുന്ന ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. 84-ലാണെന്ന് തോന്നുന്നത്. 80s-ലാണ്. അതേപോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് കവർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അത് വളരെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ MA കഴിഞ്ഞിട്ട് ഞാൻ ഒരു മറ്റേ സർവീസ് IAS-ലേക്ക് പോകണ്ട, പിന്നെ ഒരു എക്സിക്യൂട്ടീവായിട്ട് എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ എന്നെ എടുക്കാമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ 3 മാസം ട്രൈ ചെയ്തു, തിരിച്ചു വന്ന്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പെട്ടെന്ന് എന്നെ ഹിന്ദുവിലെ കസ്തൂരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് വെസ്റ്റ് ഏഷ്യയിൽ ഒരു ബ്യൂറോ തുറക്കണം ഹിന്ദുവിന്റെ. അന്ന് പല സ്ഥലങ്ങളിലുണ്ട്, ടോക്കിയോയിലുണ്ട്, ലണ്ടനിലുണ്ട്, വാഷിങ്ടണിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റ് കവർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നത്, ആ സ്ഥലത്തില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ പോകുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് പോവാനൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷെ ഞാൻ ഇതുവരെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, സിനിമയെ പറ്റി മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പൊ ജി കസ്തൂരിയുടെ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം വേണമെങ്കിൽ പറയാം. എഴുത്ത് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതും. നിങ്ങൾ സിനിമയെ പറ്റി എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെർസെപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. യു വിൽ ഡു വെൽ. നിങ്ങൾ പോവെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ തന്നെ പോയിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ബഹ്റൈൻ. അങ്ങനെയാണ് ഹിന്ദുവിന്റെ വെസ്റ്റ് ഏഷ്യ ബ്യൂറോ ഞാനാ തുടങ്ങുന്നത് അവിടെ 84-ൽ. അന്ന് ഇറാഖ് യുദ്ധം നടക്കുന്ന കാലഘട്ടം. ഫസ്റ്റ് ഗൾഫ് വാർ അല്ല, ഇറാഖ് ഒരു നീണ്ട ഒരു ദീർഘമായ ഒരു യുദ്ധം നടന്നു. അപ്പൊ അത് എന്റെ ഒരു ലാസ്റ്റ് ഫേസിലായി. അപ്പൊ ഞാൻ പലപ്പോഴും ഇറാനിൽ പോകാറുണ്ട്, ഇറാഖിൽ പോകാറുണ്ട്. അവിടുന്ന് പിന്നെ അവിടെ നമ്മുടെ NRI, നമ്മുടെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ സിനിമ, പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ സിനിമയിലുള്ള എന്റെ
എന്താ പറയാ കൗതുകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒരു ഡയറക്ടർ ആവാനായിരുന്നു എൻ്റെ ആകെയുള്ള അംബിഷൻ. അതുകൊണ്ടാണ് ഞാൻ സർവീസ് ഒന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് വെച്ച് തീരുമാനിക്കുന്നത്. പക്ഷെ അത് നടക്കണമെങ്കിൽ അന്ന് എനിക്ക് ഭാസ്കര മാഷയുടെ മോളോട് അന്ന് ഞാൻ എൻഗേജ്ഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അതില് അന്നാണ് ഈ ടെലിവിഷൻ തുടങ്ങുന്നത്, മറ്റേ ഇംഗ്ലീഷ് ബ്രോഡ്കാസ്റ്റ് മദ്രാസിൽ. ഇന്നത്തെ പോലെ ഡൽഹി ഒരു കേന്ദ്രീകരിച്ചായിരുന്നില്ല, അന്ന് പല കേന്ദ്ര മദ്രാസ്, ഡൽഹി, ബോംബെ, ഹൈദരാബാദ്, ആകാശവാണി പോലെ അതെ പല കേന്ദ്രങ്ങളായിരുന്നു. പിന്നെ ഒരു നാഷണൽ ടെലികാസ്റ്റ് വരുമ്പോൾ അതൊക്കെ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ അന്ന് മദ്രാസിൽ ആദ്യം ഇംഗ്ലീഷ് ന്യൂസ് വാർത്തകൾക്ക് ആളെ വന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പോയി ഓഡിഷൻ ചെയ്യുന്നു. അപ്പൊ അത് തെരഞ്ഞെടുപ്പില്ല ഞാനാണ് പിന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് ബ്രോഡ്കാസ്റ്റർ മദ്രാസിൽ. ഞാനും ഒരു PC രാമകൃഷ്ണൻ, ഞങ്ങൾ രണ്ടുപേരാണ് തുടക്കത്തില്. എന്റെ അവിടെ ഉദ്ദേശം നമ്മൾ ഈ എന്താ ദൃശ്യമാധ്യമത്തിലേക്ക് കടന്നു കിട്ടിയല്ലോ, പിടിച്ചിട്ട് നമുക്ക് സിനിമയിലേക്കുള്ള അതിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ പിന്നെ അവിടെ തന്നെ അത് എനിക്ക് ഇഷ്ടമായി, അവിടെ തന്നെ പെട്ടുപോയി തുടക്കത്തിൽ. പിന്നെ അത് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഡൽഹിയില് കേന്ദ്രീകരിച്ചപ്പോ അങ്ങോട്ട് പോയി, അവിടെ നിന്നായിരുന്നു വാർത്ത. നമ്മുടെ ആദ്യത്തെ ന്യൂസ് വാർത്ത ഞാനും നീതി രവീന്ദ്രനാണ് നെറ്റ്വർക്ക് തുടങ്ങിയപ്പോ. വെരി ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് കാസ്റ്റ് ഞാനും നീതി രവീന്ദ്രനും ഒരുമിച്ചാണ് വായിക്കുന്നത് ഡൽഹിയിൽ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഒരു എന്താ പറയാ പാഷൻ കൊണ്ടാണ് ഞാൻ ടെലിവിഷനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ ചുരുക്കം വരുന്നത്. പിന്നെ ഈ രവീന്ദ്രന്റെ സിനിമ, ഈ ഇനിയും മരിച്ചിട്ടില്ലാത്ത സിനിമ, ഇനിയും മരിച്ചിട്ടില്ലാത്ത എന്ന് പറയുന്ന, അതിലെല്ലാവർക്കും താടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊരു നിരൂപകൻ ഇനിയും വടിച്ചിട്ടില്ല എന്ന് വിളിക്കാതെ പടത്തിലുണ്ട്. അതിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും താടിയുണ്ട്. അതിനും പഴയ നക്സൽസ് എന്നുള്ള അത് രവി അങ്ങനെയാണ് രവി പരിചയപ്പെടുന്നത്. എനിക്ക് രവി അതിന് മുമ്പ് അറിയില്ല. അപ്പൊ രവി എന്നെ ന്യൂസ് വാർത്ത ഞാൻ മദ്രാസിൽ വായിക്കുമ്പോൾ അത് കണ്ടിട്ട്, ഞാൻ MA പഠിക്കുന്ന കാലഘട്ടത്തിലാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം വിളിക്കുന്നു, അന്ന് ലാൻഡ് ലൈൻ ഉള്ളു ഫോൺ. അതാണ് ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനും താല്പര്യമില്ല, ഇതെന്താ ഡയറക്ഷൻ ആണോ അല്ല അഭിനയത്തിന് ഞാൻ വന്ന് സംസാരിക്കാൻ. അപ്പൊ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരു വിപ്ലവത്തിലെല്ലാം നിരാശരായി നടക്കുന്ന കുറച്ച് യുവ തലമുറയുടെ ഒരു പ്രതിസന്ധി, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ പറ്റി അതൊരു സിനിമയിലുപരി ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു, ചർച്ചയായിരുന്നു, ഒരു സെല്ലുലോയിഡ് ഡിസ്കോഴ്സ്. അത് കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് വളരെ പ്രത്യേകത. അതിന്റെ ഒരു ഫിലിം ഇന്നത്തെ അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫിലിം ഒരുപാട് കണ്ടിട്ടുണ്ട്, ഞാനും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ അല്ല. അതിപ്പോ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ എടുക്കും, ഇടയ്ക്ക് ക്യാമറ വയ്ക്കും, കുറച്ചെടുക്കും. പിന്നെ കടമനിട്ട രാമകൃഷ്ണൻ, അങ്ങനെ നമ്മുടെ ദേവൻ, ആർട്ടിസ്റ്റ് ദേവൻ, അന്നത്തെ മഹാരഥന്മാര് ഓരോ സംസ്കാരത്തിന്റെ പല മേഖലകളിൽ ഷൂട്ടിങ്ങിലുണ്ട്. അവര് അഭിനയിക്കാനൊന്നുമല്ല, ഡിസ്കഷൻ. നമ്മുടെ കൂട്ടായ്മയുടെ കൂടെ ഒന്ന് അഭിനയിച്ചു കൊടുക്കുന്നു ഇടയ്ക്ക്, ഡയറക്ടർ അടക്കം. അതിന്റെ ഒരു രീതി അതായിരുന്നു. അത് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അയ്യപ്പ പണിക്കട്ട് നീ തന്നെ ജീവിതം സന്ധ്യ എന്നുള്ള കവിത ചൊല്ലുക, പാട്ടുപാടുക, അഭിനയിക്കുക, വരിക. അവസാനം വന്നപ്പോ എനിക്കത് സമയം ഇതെങ്ങനെ എവനെ അവസാനിക്കുക, കലാശിക്കാതായിരുന്നു എന്റെ മനസ്സിൽ. അത് കുഴപ്പമില്ലാതെ അതൊരു ഇൻട്രസ്റ്റിംഗ്, വളരെ ഒരു വിഷനുള്ള ഒരു ഡിഫറെന്റ് സിനിമയായിരുന്നു. ഒരു സെല്ലുലോയിഡ് ഡിസ്കോഴ്സ് അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. സിനിമ പ്രബന്ധം എന്നോ മറ്റോ അങ്ങനെയാണ്. അതാണ് ശരിയാണ്, ഡിസ്കോഴ്സ് വിശേഷിപ്പിച്ചത് സിനിമ പ്രബന്ധം തന്നെയായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് പിന്നെ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഭാഗങ്ങൾ. കുറെ സ്റ്റിൽസ് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ, എവിടെയും അത് പടമൊക്കെ പോയി, എവിടെയും കാണാനില്ല. പിന്നീട് അങ്ങയുടെ ഒരു അഭിനയം, ഒരു നടൻ ആകുന്നത് ഈ മമ്മൂട്ടിയോടൊപ്പം തന്നെ. അത് വളരെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി അതിന് കാരണം. അതെ, മമ്മൂട്ടി ഒരു ദിവസം പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് വിളിക്കുന്നു. അപ്പൊ ശശി ഇങ്ങനെ ഒരു എങ്ങനെ നമ്മുടെ അതിന്റെ ഡയറക്ടർ വരും, ജയരാജ് നല്ല എനിക്ക് ജയരാജിന്റെ പടം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ്. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കർ ആണെന്ന് അറിയാം. വരും, അത് ഞാൻ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു അതിപ്പോ ഞാൻ പണ്ട് ചെയ്തു, ഇനി അഭിനയിക്കില്ല. അല്ലല്ല, ഒന്നും പറയണ്ട, വരും,
അത് കേട്ടിട്ട് വേണ്ടെന്ന് പറയരുത്, നമുക്ക് സംസാരിക്കാമെന്നോ. ജയരാജ് വന്ന് അത് വായിച്ചു. എനിക്ക് മദ്രാസിലേക്ക് വന്ന് ഞാൻ ഏഷ്യാനെറ്റല്ല, അതൊക്കെ ഏഷ്യനെറ്റ് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ഞങ്ങളുടെ ആ ഓഫീസിൽ ഇരിക്കുകയും മൗണ്ട് റോഡിലാണ് ആദ്യത്തെ. ഒന്ന് വായിച്ചു ഒരു ഉച്ചയോടുകൂടി. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ഞാൻ പറഞ്ഞു നല്ലതാ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ എനിക്കെന്നാലും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മമ്മൂട്ടി വീണ്ടും വിളിച്ച് എന്നെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും വലിയ സംശയം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങൾ. പക്ഷെ അത് മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഞാനാണ് എനിക്ക് ആ റോൾ അഭിനയിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ റോളിന് ഒരാള് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു അത് വേറെ ആള് കിട്ടാൻ വിഷമാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു രണ്ടും നല്ല റോൾസ് ആണ്, ഞാൻ അത് ചെയ്യാം. പക്ഷെ ഇതിന് പുതിയ ഒരാൾ വേണം. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ ജയരാജൻ പറഞ്ഞു അത് കറക്റ്റ് ചോയ്സ് ആണ്. അങ്ങനെ അതിൽ അഭിനയിച്ചു. അത് തിരക്കിടില്ലാതെ പോയി, സ്വാഭാവികമായിട്ട് നന്നായി പോയി. പക്ഷെ അതിനുശേഷം ഒരുപാട് ഓഫേഴ്സ് വന്നു അല്ലേ? ഈ മൊയ്തീനിലൊക്കെ എന്നെ സ്വന്തം മൊയ്തീനിലൊക്കെ അങ്ങനെ വന്നു. അത് പക്ഷെ എനിക്കൊന്നും അങ്ങനെ താല്പര്യം ഇല്ലാണ്ട് വന്നു. ഇതൊരു പിന്നെ ഈ പറഞ്ഞ പോലെ നിർബന്ധമായിരുന്നു. ആരെങ്കിലും വിളിച്ച ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ വെച്ചാൽ ചെയ്യണം. അങ്ങനെ 4-5 സിനിമയിൽ അഭിനയിച്ചു. അതും പിന്നെ ലവ് 24/7 അതോടുകൂടി ഞാൻ നിർത്തി. അത് പിന്നെ ഇനി അങ്ങനെ പടത്തില് ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ കാരണം അത് ആ ഒരു ട്രാക്കിലേക്ക് പെട്ടുപോകുന്ന എനിക്കറിയാം. എനിക്ക് വേറെ അംബിഷൻസ് ഉണ്ട്. എനിക്ക് മറ്റേ കോളേജ് പോകണം, പിന്നെ വീണ്ടും ഡയറക്റ്റ് ചെയ്യണം ഇപ്പോഴും ഉണ്ട് ആശ. അങ്ങനെ പല എന്താ പറയാ താല്പര്യങ്ങളുള്ളത് കൊണ്ട് അതിലേക്ക് അങ്ങ് സജീവമായിട്ട് ഇറങ്ങിയില്ല. ഇപ്പൊ സാറിന്റെ കായാത്തരൻ എന്ന സിനിമ, അപ്പൊ ആ സിനിമ ഇപ്പൊ താങ്കളൊരു സംവിധായകനാവുക എന്ന ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണമാണ് കായാത്തരൻ എന്ന് പറയുന്നത്. ഹിന്ദിയിലാണ് എടുത്തത് അല്ലെ? ഹിന്ദി ഒരു മലയാള സംവിധാനം, മലയാള സിനിമയൊക്കെ അല്ലേ ആയിരിക്കില്ല ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അത് ഞാനത് ഹിന്ദിയിൽ എടുക്കാൻ കാരണം എനിക്ക് തോന്നിയത് അതിന് കൂടുതൽ പ്രസക്തി ഉത്തരേന്ത്യയിലായിരുന്നു. ഹിന്ദി ഭൂമികയാണ്. അവിടെ ഉള്ളവർക്കാണ് ഇതായിട്ട് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഈ മിസസ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നമുക്കറിയാം മാധവന്റെ കഥയാണ്. എന്നാൽ അതിൽ നിന്ന് ഞാൻ ഒരുപാട് ലിബർട്ടീസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കൂടുതൽ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാധവന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ്. അതിന് സ്ക്രീൻ പ്ലേ ഒക്കെ മാധവൻ വായിച്ചിട്ടാണ്. മാധവൻ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാധവന്റെ സ്റ്റോറി ഇത് എടുത്തത് 2004 ഗോദ്രയുടെ റൈറ്റ്സിന് ശേഷം രണ്ടും കൂടി ഗുജറാത്തും കഴിഞ്ഞു, ഗോദ്രയും കഴിഞ്ഞു. അല്ല, സിഖ് കലാപവും 1984 സിഖ് കലാപവും 2002 ഗോദ്ര കലാപം. അത് രണ്ടിനെ ആസ്പദമാക്കി അതൊരു കുറച്ചൊന്ന് ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ 2004 ഇതെടുത്തത്. അതിന് മുമ്പ് തന്നെ ഞാൻ മാധവന്റെ സ്റ്റോറിയുടെ റൈറ്റ്സ് വാങ്ങിച്ചിരുന്നു. കാരണം എനിക്കത് എടുക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. കാരണം ഈ സിഖ് കലാപം നടക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ബഹ്റൈനിലാണ്. അന്ന് ഹിന്ദുവിന്റെ വെസ്റ്റ് ഏഷ്യ 1984-86 ഒക്കെ വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു അല്ലേ. പക്ഷേ എനിക്ക് എന്റെ വളരെ ഒറ്റ സുഹൃത്തുണ്ടായിരുന്നു, അവൻ സർദാർജി ആയിരുന്നു. അപ്പൊ അവൻ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, 84 പറ്റി പറഞ്ഞൊരു എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അവൻ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഒരു കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു ഐ ഫീൽ ബാഡ് അബൌട്ട് എന്നെ പറ്റി ഒരു വിശ്വാസം ഇല്ലാത്ത രീതി. കാരണം അവൻ അന്ന് ഷേവ് ചെയ്യേണ്ടി വന്നു, സേവ് ചെയ്യേണ്ടി വന്നു ഈ ഹിന്ദു അതൊരു ഐഡന്റിറ്റിയുടെ ബാധിക്കുന്ന ഒരു ക്രൈസിസ് അല്ലേ. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്. അപ്പൊ അതെന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അപ്പോഴാണ് ഞാൻ മാധവന്റെ കഥ റൈറ്റ്സ് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ എടുത്തോളം വന്നു. അങ്ങനെയാണ് അത് ഞാൻ ഡൽഹിയിലും മീററ്റിലും ആ ഭാഗത്തൊക്കെ തന്നെ അത് കഥ നടക്കുന്നു എന്നുള്ള പറഞ്ഞ മീററ്റിലല്ല ഷൂട്ട് ചെയ്തത്. പക്ഷെ ഡൽഹി ടു മീററ്റ് ആ ഒരു റൂട്ടിൽ ഉള്ള ഒരു സ്ഥലത്താണ്, ഒരു പഴയ ഒരു അനാഥമായ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ കോൺവെന്റ്. അതേപോലെ ഡൽഹിയിലൊരു സ്ഥലത്തും അങ്ങനെ 3-4 ലൊക്കേഷൻസ് നോർത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അതിൽ ഈ കന്യാസ്ത്രീകളുടെ 2 കന്യാസ്ത്രീകളുടെ ഒരു കാരുണ്യവും അവരുടെ ഇടയിൽ കുട്ടിയുടെ കഥയും ഒക്കെ ആണല്ലോ അത്. എനിക്കിപ്പോ പെട്ടെന്ന് ആ കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡ് ഇല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യ കാരുണ്യത്തിനും ഒക്കെ
ആള് തീർച്ചയായിട്ടും അത് നമുക്ക് എവിടെയോ കണക്ട് ആവുന്നുണ്ട് അത്. അതെ തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്നതാണ് ആ സിനിമയുടെ സാഹചര്യം. 84ന്റെ റൈറ്റ്സ് ആണെങ്കിലും അത് തന്നെയാണ് സാഹചര്യം. ഈ കന്യാസ്ത്രീകളുടെ ഇതിലേക്ക് ഇവര് അറ്റാക്ക് ചെയ്യുന്നു, അടിച്ചു കയറുന്നു, നോക്കുന്നു. എന്നിട്ട് ഈ ഒരു അമ്മയും ഒരു സർദാറിനെ അമ്മയും അവന്റെ ചെറിയ മോനെയും ഇവര് എങ്ങനെയാണ് അവിടുന്ന് സ്മഗിൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് എന്റെ കഥ. മാധവന്റെ കഥയുടെ അപ്പൊ അതായത് ഏകദേശം അതൊക്കെ തന്നെയാണ് അവരെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കുട്ടിയെ സർദാറെ മാറ്റിയിട്ട് തലമുടിയൊക്കെ വെട്ടിയിട്ട് ഒരു ഹിന്ദു കുട്ടിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ അമ്മയെ അവരുടെ അപ്പൊ ഇവിടെ ഒരു രണ്ട് കുട്ടികളെ ജോലി കൊണ്ടുപോകുമ്പോൾ അവര് കൺവേർഷൻ എന്ന് പറഞ്ഞ ആരോപണം അത് അവിടെയും ഇവര് അതേ രീതിയിൽ ഇവര് പിടിക്കാമായിരുന്നു. അതിന്റെ ഒരു താരതമ്യം ഉണ്ട് അതില്. എവിടെയോ നമ്മുടെ ഒരു മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട ഒരു ദുരന്തം പോലെ തന്നെയാണ് ഇത് വന്നപ്പോൾ. ഇതിന്റെ വാർത്ത വന്നപ്പോ ബിജു പറഞ്ഞ പോലെ മനസ്സിലാദ്യം നമ്മുടെ സാഹചര്യമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. കാരണം അത്രമാത്രം ഭീതിയുടെ ഒരു ഉൾക്കനവായിട്ടാണ് ഈ ജീവിക്കുന്നത്. അന്ന് തന്നെ ഈ പ്രശ്നമുണ്ട്. ഇന്ന് അതിനുശേഷം BJPയുടെ ഭരണം വന്നപ്പോൾ ഇത് അതിക്രമിച്ചു പോയി എന്നുള്ളതാണ്. അതെ. പിന്നെ അങ്ങ് ഏഷ്യാനെറ്റിലേക്ക് വന്നല്ലോ. ഏഷ്യാനെറ്റ് തുടങ്ങിയല്ലോ ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു പ്രാദേശിക സ്വകാര്യ ടെലിവിഷൻ ചാനലായിട്ട്. അത് എങ്ങനെയാണ് ഏഷ്യാനെറ്റ് എന്നുള്ളത്? മലയാളി നെറ്റ് അല്ലെങ്കിൽ കേരള നെറ്റ്? അത് ഏഷ്യാനെറ്റിന്റെ സങ്കല്പം എന്റെ മനസ്സിലുണ്ടാവും ഞാൻ ബഹ്റൈനിലുള്ളപ്പോഴാണ്. അന്ന് 1984-85 എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് സാങ്കേതിക ഒരു ഇത് വന്നു കഴിഞ്ഞു, ടെക്നോളജി വന്നു കഴിഞ്ഞു. അതായത് അതിന് നമുക്കറിയാം, അതിന് മുമ്പ് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ട്രാൻസ്മിറ്റർ ടു ട്രാൻസ്മിറ്റർ ടെറസ്ട്രിയൽ എന്ന് പറയും. അത് മാറിയിട്ട് ഒരു സാറ്റലൈറ്റിലേക്ക് നമുക്കൊരു സിഗ്നൽ അയച്ചാൽ അതൊരു മിറർ പോലെ റിഫ്ലക്ട് ചെയ്യുന്ന അതിന്റെ ഫുട് പ്രിന്റിൽ സിഗ്നൽസ് കാണാം. അതാണ് എന്റെ പ്രിൻസിപ്പൽ, ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെക്നോളജി. അത് വന്നതോടുകൂടി ടെഡ് ടേണർ അന്ന് CNN ആരംഭിക്കുന്നു അറ്റ്ലാന്റയിൽ. 1980s അദ്ദേഹം ആരംഭിക്കുന്നത് അറ്റ്ലാന്റയിൽ. അങ്ങേര് സാറ്റലൈറ്റ് ചാനലും ആരംഭിക്കുന്നു. അറ്റ്ലാന്റ മുഴുവനും ടെലിഫോൺ പോൾ ഉപയോഗിച്ചിട്ട് വയർ ചെയ്തിട്ട് ഒരു കേബിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് സാറ്റലൈറ്റ് ആൻഡ് കേബിൾ എന്ന ഒരു ഉച്ചാരണം തന്നെ വരുന്നത്, ആ ഒരു പ്രയോഗം തന്നെ വരുന്നത്. ഇന്ന് നമ്മൾ വളരെ പറഞ്ഞു പോകുന്നില്ലേ സാറ്റലൈറ്റ് ആൻഡ് കേബിൾ നെറ്റ്വർക്ക്. ടെഡ് ടേണർ ആണ് തുടങ്ങുന്നത്. CNN-ന്റെ ഉൽപ്പന്നം, CNN-ന്റെ ക്രിയേറ്ററാണ് ടെഡ് ടേണർ. ജെയിൻ ഫോണ്ടിനെ കല്യാണം കഴിച്ച ആള്, ജെയിൻ ഫോണ്ട് അറിയപ്പെടുന്ന ഹോളിവുഡ് സ്ത്രീ. അപ്പോ ടെഡ് ടേണർ ഈ ചെയ്തത് ഞാൻ വായിച്ചിട്ട് അതിനെപ്പറ്റി എനിക്ക് വളരെ, അത് നമുക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്ക് അപ്പോഴേക്കും ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ദൂരദർശനിൽ ഇത്രയും കൂടി പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാൻ സമ്മതിക്കുന്നു. കുറച്ചും കൂടി അവര് ലാറ്റിറ്റ്യൂഡിന് അങ്ങനെ ഒരു സെൻസർഷിപ്പ് ഒന്നും പ്രത്യക്ഷമായിട്ടില്ല. അങ്ങനെ ഭാസ്കർ ഘോഷാണെന്ന് ഡയറക്ടർ ജനറൽ. അങ്ങേരും എന്നോട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് അവിടെ നിന്ന് അങ്ങനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. സത്യം പറഞ്ഞാൽ മറ്റേ ഡൽഹിയിലേക്കല്ല, ബോംബെയിലേക്ക് അംബാണീസ് വിളിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അനിൽ അംബാണി അന്ന് മുദ്ര വീഡിയോ ടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങുന്നത്. അത് മറ്റേ ധിരുഭായ് അംബാനിയുടെ കമ്പനിയാണ്. അതിന്റെ MD ധിരുഭായ് അംബാനിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന ആളാണ് അതിന്റെ MD, കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞത്. AV കൃഷ്ണമൂർത്തി, വളരെ അറിയപ്പെടുന്ന അഡ്വർടൈസിംഗ് ലോകത്ത് വളരെ അറിയപ്പെടുന്ന ഒരു, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അവരുടെ മുദ്ര വീഡിയോ ടെക്കിന്റെ ഒരു മുദ്ര വീഡിയോ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ചീഫായിട്ടാണ് എന്നെ വരുത്തുന്നത് അവിടെ. അപ്പൊ ഞാൻ റിലയൻസിന്റെ കൂടെ വർക്ക് ചെയ്യണം അവിടെ ബോംബെയിൽ ഇതിന്റെ ചീഫായിട്ട്. അപ്പൊ അവിടുന്ന് പക്ഷെ നമ്മൾ അവിടെ ടെലി സീരിയൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പ്രൊഡക്ഷൻസ്. ഈ വാർത്തയില്ല. എനിക്ക് വാർത്തയിലേക്ക് കിടക്കണം എന്നുള്ളത് ഞാൻ ആ ഒരു മാറിക്കഴിഞ്ഞു എന്റെ സുഖം. അപ്പൊ ഇത് അവർ നമുക്ക് വാർത്ത ചെയ്യാൻ ചെയ്യും, പക്ഷെ അതിലേക്ക് കിടക്കാൻ കാരണം സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാരായതുകൊണ്ട് വാർത്തയിൽ കിടന്നാൽ പിന്നെ ഗവൺമെന്റ് ആയിട്ടുള്ള ഉണ്ടാവും. അതുപോലെ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയപ്പോ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞു എനിക്കത് താല്പര്യമില്ല, ഞാനിത് വിട്ടു പോവാണ്, എനിക്ക് വാർത്തയിൽ പോകും. അപ്പോഴേക്കും എനിക്ക് PTIയിൽ നിന്നും വെസ്റ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ന്യൂസ് ഏജൻസിയിൽ നിന്ന് അവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചീഫ് ബന്ധപ്പെട്ടിരുന്നു. എന്റെ അമ്മാവനും ഉണ്ടായിരുന്നു മോസ്കോയിലാണ്, അറിയുന്നവരായിരുന്നു. അങ്ങനെ
ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു വരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇവരാണെങ്കിൽ എന്നെ രാജിവെച്ച് പോകാൻ സമ്മതിക്കൂല. എന്ത് ചോദിച്ചാലും ഞങ്ങൾ ഒരു കാറും കൂടി തരാം, അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് തരാം. അവർക്ക് അവർ വെരി നൈസ് ടു ബി. അവസാനം അവരൊന്നും എൻ്റെ ബോസും മറ്റേ ആണെങ്കിലും വന്ന് അവരെന്തോ തിരുപ്പതിയിൽ ഒരു കല്യാണത്തിന് എവിടെയോ പോയപ്പോൾ ഞാൻ രാജിവെച്ച് എഴുതി വന്നിട്ട് ഇങ്ങനെ പോവുക. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ PTI ടിവിയുടെ അവരുടെ സ്റ്റുഡിയോ തുടങ്ങുന്നത്. ഒരു സ്റ്റുഡിയോ PTI TV ഒരു ബാനറാക്കി മാറ്റി. അങ്ങനെ 5-6 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. അപ്പോഴേക്കും PTI TV ഒരു വലിയ ബാനർ. ദൂരദർശനാണ് നമ്മുടെ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്നത്, കമ്മീഷൻ അവര് പേ. അപ്പൊ ഞങ്ങളാണ് ഈ പൊളിറ്റിക്കൽ പ്രോഗ്രാംസും ഫോറിൻ അഫയേഴ്സ് പ്രോഗ്രാംസ് പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ പ്രോഗ്രാം. ഞങ്ങൾ ജൻമഞ്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, മന്ത്രിമാരെ ഇരുത്തി വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ചോദ്യം ചെയ്യും. പിന്നെ ഒരു ഈ ഫോറിൻ അഫയേഴ്സ്, റഷ്യയിൽ അന്ന് സോവിയറ്റ് യൂണിയൻ തകരുന്നു, അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ട്രൂപ്സ് ചെയ്യുന്നു, ശ്രീലങ്കയിൽ യുദ്ധം, LPP, ഇതൊക്കെ ഞാൻ കവർ ചെയ്ത് ഇതിനു വേണ്ടി കവർ ചെയ്തു. പിന്നെ ഒരു 10 നേഷൻസ് പോയിട്ട് ഡിസാർമെന്റിനെ പറ്റി യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഫോറിൻ അഫയേഴ്സ് പ്രോഗ്രാംസ് എല്ലാം ഞങ്ങളാ ചെയ്തിരുന്നത്. അത് ദൂരദർശനിൽ കാണിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈമൾട്ടേനിയസ്ലി എന്റെ മനസ്സിൽ ഈ പഴയ ടെഡ് ടേണറിന്റെ സീൻ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ PTIയിൽ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ NDTV തുടങ്ങുന്നത്. നമ്മുടെ പ്രണോയ് റോയ് NDTV തുടങ്ങുന്നു, ബഡ്ജറ്റ്സ് ഒക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു ഇക്കണോമിക് പ്രോഗ്രാം മണി മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ 2 ബിഗ് പ്രൊഡ്യൂസേഴ്സ് ഫോർ ദൂരദർശൻ. അപ്പോൾ ഒരു കാലഘട്ടം ഞാൻ നമ്മുടെ PTIയിൽ തന്നെ പ്രപ്പോസ് ചെയ്തു, എനിക്ക് എങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, കുഴപ്പമുണ്ട്. അതിന്റെ ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി, ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ഏഷ്യാനെറ്റ്. അങ്ങനെയാണ് ഏഷ്യാനെറ്റ് ആദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാനത് കേരള നെറ്റ്. നമ്മൾ ഓരോ ഓൾ ഇന്ത്യ, കാരണം ഇന്ത്യ പോലും പോരാ നമുക്ക്. കാരണം ഇതിന്റെ ഫുട് പ്രിന്റ്, സാറ്റലൈറ്റ് ഫുട് പ്രിന്റിൽ വെസ്റ്റ് ഏഷ്യ ഉണ്ട്, ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കും കാണാം, സൗത്ത് ഈസ്റ്റ് മലേഷ്യയിലുള്ള സിംഗപ്പൂരിലുള്ള മലയാളികൾക്കും കാണാം, പിന്നെ ഏഷ്യ മുഴുവനും ഉണ്ട്, സൗത്ത് ഏഷ്യ മുഴുവനുണ്ട്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, അവിടെ ഇന്ത്യൻസ് ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് എന്നുള്ള പേര്. അപ്പൊ PTI ബോർഡിൽ ഇത് അനുകൂലമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. മനോരമയുടെ ഫിലിപ്പ് മാത്യു ആയിരുന്നു അന്ന് ബോർഡിൽ വളരെ അനുകൂലമായിരുന്നു. അന്നത്തെ ചെയർമാൻ ഗോയൻകെ ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ, അദ്ദേഹത്തിനും വളരെ അനുകൂലമായിരുന്നു. അങ്ങനെ എടുത്തു പറയാവുന്ന 3-4 പേര് അനുകൂലമായിരുന്നു. എന്നാൽ 3-4 പേർക്ക് ഇതിനെ പറ്റിയ ചില ആശങ്കകൾ അല്ല. അവർക്ക് വ്യക്തിപരമായിട്ട് അവരുടെ ടെലിവിഷൻ ചാനൽ തുടങ്ങാനുള്ള പ്രോഗ്രാംസ് ഉണ്ടായി മനസ്സിൽ. അതായിരിക്കാം ഞാനത് അങ്ങനെ എന്താ പറയാ അടിച്ചു പറയാൻ പറ്റില്ല. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെ നീണ്ടു പോയപ്പോൾ എനിക്ക് ഐ ഗോട്ട് ഡിസിലൂഷൻ. അപ്പൊ ഞാൻ അവസാനം മുന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ അമ്മാവൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോ കാരണം ഞങ്ങൾക്ക് അന്ന് വേണ്ടിയിരുന്ന ട്രാൻസ്പോണ്ടർ വേണം, അതായിരുന്നു മെയിൻ കണി. അപ്പൊ റഷ്യയിൽ ഒരു ഇക്രാൻ ട്രാൻസ്പോണ്ടർ ഉണ്ട്, അതിന്റെ സ്വഭാവം ഞാൻ പറയാം. അങ്ങനെയാണ് ഞാൻ അപ്പൊ ഇത് ഞാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ അന്ന് പിന്നെ ആദ്യം പോയി കാണുന്നത് ഈ ഗോയൻക. അപ്പോഴേക്കും ഗോയൻക മരിച്ചുപോയി. വിവേക് ഗോയൻക അദ്ദേഹത്തിന്റെ എംപയർ ഏറ്റെടുക്കുന്നു. വിവേക് ഗോയൻക എന്റെ സ്കൂളിലാണ്, എന്റെ ജൂനിയർ ആയിരുന്നു, ഡോൺ ബോസ്കോ സ്കൂളിൽ ഞാൻ മദ്രാസിൽ പഠിച്ചപ്പോൾ. അപ്പോൾ വിവേക് ഗോയൻക ഞാൻ പോയി കാണുന്നു. വിവേക് ഗോയൻക എന്നെ കൊണ്ട് മറ്റേ ബോംബെ ഡായിങ്ങിന്റെ നസ്ലി വാഡിയ, അത് കാരണം ഗോയൻക മരിച്ചപ്പോൾ വിവേക് പുതുതായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയല്ലേ. നസ്ലി വാഡിയായിരുന്നു ഒരു ഗാർഡിയൻ എന്നത്, അദ്ദേഹത്തിന്റെ ഒരു രക്ഷാദാ എന്നുള്ള രീതിയിൽ. അപ്പൊ ഗോയൻക പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താലും നസ്ലി വാഡിയോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ വിവേക്കിന് ഞാൻ ഏഷ്യനെറ്റിന്റെ ഐഡിയ വന്നപ്പോൾ എനിക്ക് വളരെ താല്പര്യമുണ്ട്, നമുക്ക് നസ്ലി വാഡിയ ഒന്ന് പോയി കാണുന്നു. അങ്ങനെ ഞാനും വിവേകും കൂടി നസ്ലി വാഡിയ ബോംബെ ഡൈയിങ് ഓഫീസിൽ പോയി കാണുന്നു. അദ്ദേഹം വളരെ നല്ല പൊളൈറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, വിവേകിനോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി എ കേബിൾ ഓപ്പറേറ്റർ ഓർ എ ന്യൂസ് പേപ്പർ ബാരൻ? കാരണം പുള്ളിക്കകത്ത് കേബിൾ ഓപ്പറേറ്റർ എന്ന സങ്കല്പത്തിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അല്ല, നമ്മളെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ പറയുന്നതല്ല, പുള്ളി ഇതിനെ മനസ്സിലാക്കി കേബിൾ ഓപ്പറേറ്റർ. നിങ്ങൾക്ക് കേബിൾ ഓപ്പറേറ്റർ ആവണോ അതോ ഒരു എന്താ പറയാ മേധാവി ന്യൂസ് പേപ്പർ ബാരൻ ആവണോ എന്നുള്ളതാണ് ചോദ്യം.
അപ്പോ വിവേക് തിരിച്ചുപോയി. വിവേകിന് ഒരുപാട് സങ്കടമായിരുന്നു, എനിക്ക് എന്താ ചെയ്യാ, എനിക്ക് ഇങ്ങനെ നമ്മളിടുമ്പോൾ പറയും. അങ്ങനെ ഞാൻ പലരും കണ്ടു. ഇവിടെ മനോരമയിൽ വന്ന് കെ എം മാത്യുവിനെ കണ്ടു. കെ എം മാത്യുവിനെ കണ്ടവരിൽ ആദ്യം അറിയാമല്ലോ, അദ്ദേഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാങ്കേതികത നടക്കുകയില്ലെന്ന് മാത്രമല്ല, അത് മനോരമ ഓർമ്മയുണ്ടെങ്കിൽ അവരുടെ പേപ്പറിൽ ഈ ടെലിവിഷൻ പുതുതായിട്ട് ഇങ്ങനെ അതിലൊന്നും ഭാവിയില്ല, കാരണം അഡ്വർടൈസിംഗ് അങ്ങോട്ട് പോകുമല്ലോ. പത്രങ്ങളാണ് നിരന്തരമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു വലിയ ഒരു ക്യാമ്പയിനും കൂടി ഫുൾ പേജ് ആഡ്സ് ഒക്കെ ആയിരുന്നു. എനിവേ, അതുകൊണ്ട് അവർക്ക് പറഞ്ഞു ഇത് നല്ല പദ്ധതിയാണ്, നമുക്ക് മാറ്റുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനുള്ള ഡീപ് പോക്കറ്റ്സ് വേണം, ഹിന്ദുവിനെ പറ്റുമായിരിക്കും. അപ്പൊ ഹിന്ദുവിനെ രാമൊക്കെ എന്റെ ഫ്രണ്ടാണ്, ഞാൻ അതെന്ന് വെച്ചാൽ അത് സൗണ്ട് ചെയ്ത് നോക്കി. പക്ഷെ അവർക്ക് വളരെ ട്രഡീഷണലാണ്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഞങ്ങൾ തന്നെ അത് അപ്പോഴാണ് അത് കേരളത്തിലേക്ക് ചുരുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കരുണാകരനെ കാണാൻ, ഭാസ്കർ മാഷ്ക്ക് കരുണാകരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കരുണാകരനായിട്ട് ഇൻട്രൊഡക്ഷൻ വേണം, ബാക്കി അത് പറഞ്ഞപ്പോ മനോനോട് കാണണം എന്ന് പറയുന്നുണ്ട്. മരുമോനാണെന്ന്. അപ്പൊ ഞാൻ വന്ന് കരുണാകരനെ കണ്ട് ഞാൻ ഈ പദ്ധതി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു ഇതൊരു എന്താ പറയാ ആശാവിനിമയ വിപ്ലവത്തിന്റെ ഒരു പദ്ധതിയാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കിയത്. അത് നമുക്ക് നോക്കണം. എന്നിട്ട് അന്ന് പത്മകുമാറാണ് ചീഫ് സെക്രട്ടറി, കൃഷ്ണകുമാറായിരുന്നു അംഗത്തിന്റെ ജ്യേഷ്ഠൻ. ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് ഞാൻ ഒരു പ്രസന്റേഷൻ നടത്തുന്നു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ എന്താ വേണ്ടത് ഇതിന്? ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ടെറ്ററിന്റെ ഇത് ഞാൻ സാറ്റലൈറ്റിന്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ കേരള ഗവൺമെന്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് ആയിപ്പോ താല്പര്യമില്ല. ഇതിന്റെ വിതരണത്തിനുള്ള സാങ്കേതിക ഈ ഇലക്ട്രിസിറ്റി പോൾസിന്റെ റൈറ്റ് ഓഫ് വേ എനിക്ക് വേണം. അത് അതിനനുസരിച്ച് ഞാൻ ഇത് ചെയ്യാം. ഇവിടെ കേരളത്തിൽ തുടങ്ങും, നമ്മളായിരിക്കും ഇന്ത്യയിലാകെ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അങ്ങനെയാണ് KSEB പോൾസ് ആയിട്ടുള്ള KSEB ആയിട്ട് നമ്മള് കരാറാവുന്നത്. അപ്പൊ ഓരോ പോളിനും 10 റുപ്യ ഒരു പോളിന് ഒരു കൊല്ലത്തേക്കായിരുന്നു അതിന്റെ കണക്ക്. അങ്ങനെയാണ് അത് ഒരു 10 കൊല്ലത്തേക്കുള്ള ഒരു കരാറ്. അത് കിട്ടിയതോടുകൂടി എനിക്ക് ധൈര്യം വന്നു. കാരണം നമുക്ക് ബാങ്കുകൾ കാണിക്കാനൊരു നമ്മുടെ സമരത്തിനൊരു ഉറപ്പ് വന്നല്ലോ, ഒരു ബാക്ക് ബോൺ വന്നു. അങ്ങനെയാണ് പിന്നെ ബാങ്കിൽ പോയി സംസാരിച്ച് കുറച്ച് ലോൺ കിട്ടി. ബാങ്കിലൊക്കെ അന്ന് ലോൺ കിട്ടാൻ വലിയ വിഷമമാണ്. അന്ന് ഞാൻ ഫെഡറൽ ബാങ്കിലാണ് പോകുന്നത്. ഞാൻ MP K നായർ വളരെ സഹായിച്ച ഒരാളാണ്. എന്നാലും സ്വാഭാവികമായിട്ട് പ്രസന്റ് ചെയ്തപ്പോ ഇതൊക്കെ കൊള്ളാൻ ശരി, ഞങ്ങളുടെ ബാങ്കില് ഇത്ര വലിയ തുക, ഞങ്ങൾ 3 കോടി റുപ്യ ആദ്യം ചോദിക്കുന്നത്. കൊടുക്കണമെങ്കിൽ ഒന്നിലോ സ്വർണം അല്ലെങ്കിൽ ഭൂമി ആധാരം വെച്ചാൽ അത് വെച്ചാൽ മോർഗേജ് ചെയ്യണം. അവസാനം മനസ്സിലാക്കി അങ്ങനെ തുടങ്ങി. അങ്ങനെ പിന്നെ ഈ കേബിൾ നെറ്റ്വർക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു രഹേജാസ്, ബോംബെയിലത്തെ രഹേജാസിന്റെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ 10-40 കോടി വന്നപ്പോൾ നമുക്ക് ഇതിന്റെ സംഭവിച്ചു ഒരു ഓക്സിജൻ കിട്ടിയ പോലെ അങ്ങനെ സംഭവിച്ചു. അതിന്റെ ഇടയിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ട്. ഞാൻ നമ്മുടെ ആദ്യത്തെ സംപ്രേഷണം മോസ്കോയിൽ നിന്നായിരുന്നു. മോസ്കോയുടെ അടുത്ത് ദുബ്ന എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ഹെലിക്കൽ ആന്റിന വെച്ചിട്ട് ഉള്ളൊരു എക്രാണ്. നല്ലൊരു പദ്ധതിയായിരുന്നു. കാരണം ഇന്നത്തെ DTH പോലെയാണ്. അത് റഷ്യൻസ് അന്നേ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എക്രാൻ. പക്ഷെ അതിന് ഒരുപാട് പൈസയാണ് അവർ വന്നത്, ഒരു കോടികൾ. എന്നാലും അത് നമുക്ക് സമയം പിന്നെ കൊടുത്താൽ മതി, അങ്ങനെയുള്ള ചെറിയ അമ്മാവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ട് അവിടെ പോയി ഞങ്ങൾ അത് കരാറാക്കി. ഞങ്ങൾ അവിടേക്ക് പ്രോഗ്രാംസ് അയച്ച് അവിടുന്ന് സംപ്രേഷണം ചെയ്ത് ഇവിടെ കാണിക്കുക. അങ്ങനെയൊക്കെയായിരുന്നു രീതി. പക്ഷെ ഞങ്ങൾ തുടങ്ങിയതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം സിഗ്നൽ വീക്കായി തുടങ്ങി. അന്ന് ഞങ്ങളിങ്ങനെ കേബിൾ നെറ്റ്വർക്കും പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. വീടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും താല്പര്യമുണ്ട്. ഫ്രാഞ്ചൈസീസ്, കേബിൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ വരുന്നു. ഈ ഹെലിക്കൽ ആന്റിന വന്നോട് പലരും ഇവിടെ ഈ ഹെലിക്കൽ ആന്റിന മാനുഫാക്ചർ തുടങ്ങി, പല കമ്പനികൾ. കാരണം അത് വിൽക്കാനും നമുക്കത് പ്രചാരണം കിട്ടും. അപ്പൊ ഈ സിഗ്നൽ മോബിൾ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ അന്വേഷിച്ചു വന്നപ്പോൾ അത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇതിന്റെ കാലാവധി കഴിഞ്ഞൊരു ട്രാൻസ്പോണ്ടർ ആയിരുന്നു. അതിന്റെ കാലാവധി കഴിഞ്ഞ അതിന്റെ ഓർബിറ്റിൽ നിന്നും അതിങ്ങനെ തെന്നി പോവുകയാണ്, അത് സ്ലിപ്പ് ചെയ്ത് പോവാണ്, ഓർബിറ്റിൽ നിന്നും മാറി പോവാണ്. അതിന് ഒരു എന്താ പറയാ സെലസ്റ്റിയൽ അല്ല സ്പേഷ്യൽ വേസ്റ്റ് ആയിട്ട് പോകും. അതോടുകൂടി ഞങ്ങള് പിന്നെ സിഗ്നൽ
മൊത്തം പോയി ഒരു ദിവസം. അതെ അതെ. അത് പക്ഷെ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ കാരണം അപ്പോഴേക്കും നമുക്ക് ഈ തിരുവനന്തപുരത്തും 1-2 വലിയ മറ്റ് ടൗൺസിലും നമ്മുടെ ഈ കേബിൾ നെറ്റ്വർക്കിന്റെ ചെറിയൊരു എന്ന് വെച്ചാൽ ഒരു 10,000-10,000 വീടുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു രീതിയായി മൊത്തം. ആ വീടുകളിലേക്കൊക്കെ നമ്മളിത് കാണിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം ശക്തി അവർക്ക് അറിയില്ല അത് ഇങ്ങനെയാ മാറിയിട്ട് കേബിൾ ഹെഡിൽ നിന്നാണ് കാണിക്കുന്നത്. മസ്കൂരൊക്കെ അയച്ചില്ല. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പരാക്രമമായിരുന്നു അന്ന്. ഓടി ആദ്യം തായ്ലൻഡിൽ പോയിട്ട് ഒരു സാറ്റലൈറ്റ് നമ്മുടെ ഷിൻവാത്ര എന്ന് പറഞ്ഞ കമ്പനി, ഇന്നത്തെ അവിടുത്തെ തക്സിൻ ഷിൻവാത്രയുടെ അനീതി, ഇന്ന് അവരാണ് അവിടെ. പക്ഷെ അവര് എന്തോ പ്രശ്നമുണ്ട് മിലിറ്ററി ആയിട്ട്. അവരുടെ അത് നോക്കി അത് ശരിയായില്ല. അത് ഒരുപാട് പൈസ ചോദിച്ചു. പിന്നെ ഇന്റൽ സാറ്റ് നമ്മൾ മാനേജ് ചെയ്തു, US സാറ്റലൈറ്റ്. അതിന്റെ പിന്നെ സംപ്രേഷണം നമ്മൾ ആദ്യം സൂബിക് ബേ ഫിലിപ്പീൻസിൽ ഒരു അമേരിക്കൻ മിലിറ്ററി ബേസ് ആയിരുന്നു. അവിടുന്നാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആൾക്കാരെ പോയി അവിടെ ന്യൂസിന് വേണ്ടി. പിന്നെ മറ്റു പ്രോഗ്രാംസ് സ്കാൻ ചെയ്ത് കാസറ്റ് ആയിട്ട് അയച്ചിട്ട് അവിടുന്ന് അപ്ലിങ്ക് ചെയ്ത് ഇവിടെ സംപ്രേഷണം വരുന്നു. അതിനുശേഷം സിംഗപ്പൂരിൽ ടെലിപോർട്ട് തുടങ്ങി അപ്ലിങ്ക്. പിന്നെ അവിടെ അത് ഇത്രയും കൂടി നമുക്ക് ഒരു ഫ്ലൈറ്റേ ഉള്ളൂ, മറ്റത് 2 ഫ്ലൈറ്റ് എടുക്കണം. സിംഗപ്പൂരിലേക്ക് വന്നു. അപ്പോഴേക്കും ഇത് ചെയ്തപ്പോൾ ഈ ഗവൺമെന്റിന് ഇത് ശരിയാണോ അല്ലേ, ഇത് ലീഗലാണോ ഇല്ലീഗലാണോ ഒന്നും പുസ്തകം നോക്കിക്കൊന്നുമില്ല. അതായത് നമ്മുടെ 1885 ടെലിഗ്രാഫ് ആക്ട് മാത്രമേ ഉള്ളൂ. അന്ന് നമ്മളിങ്ങനെ റിസപ്ഷൻ ഓഫ് സിഗ്നലിനെ പറ്റി വ്യക്തമായിട്ടൊന്നുമില്ല. ഇന്ത്യൻ സോയിൽ നിന്നും സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. സ്റ്റേറ്റിന് മാത്രം അധികം. പോയി ചെയ്താൽ എന്താ പറ്റും? അങ്ങനെ ഒരു ഇവൻച്വാലിറ്റി ആരും ആലോചിച്ചില്ല. അതിനുശേഷമാണ് കേബിൾ ആക്ടും ഇതൊക്കെ വന്നു. ഏഷ്യാനെറ്റുകാരനാണ് ഈ റൂൾസ് ഒക്കെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇത് എല്ലാവരും തുടങ്ങുമല്ലോ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് നിമിത്തമായിട്ട് വരുന്നു. പക്ഷെ ഇത്രയും ത്യാഗപൂർണ്ണമായിരുന്നു ഇതിന്റെ പിന്നിലുള്ള. തീർച്ചയായിട്ടും അന്നൊക്കെ നമുക്ക് സന്തോഷം. എപ്പോഴും സംശയവും ടെൻഷനും. പൈസയില്ല, പൈസ ഉണ്ടെങ്കിൽ സാങ്കേതിക പ്രശ്നം പറയാ ആളില്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ RBI പെർമിഷൻ ഇല്ല, പൈസ ഉണ്ടെങ്കിൽ തന്നെ അയക്കാൻ എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിക്കാൻ പറ്റി. കാരണം ഞങ്ങളുടെ നല്ല ടീമായിരുന്നു ഇവിടെ നമ്മുടെ കോൺടന്റ്. അതേപോലെ മാധവൻകുട്ടി, VK മാധവൻകുട്ടി സുഹൃത്ത് മാധവ്, അങ്ങനെ പല വലിയ സുഹൃത്തുക്കൾ. അവർക്ക് ഡൽഹിയിലൊക്കെ ഉള്ളതുകൊണ്ട് മാധവൻകുട്ടി നല്ല കോൺടാക്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ടെലിവിഷനിൽ വന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. ഒരു മിനിസ്റ്റർ പോയി കാണണമെങ്കിൽ ആരാന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോഴാണ് ഇതിന്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലായി വരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ K കരുണാകരനൊക്കെയാണ് ഇതിന്റെ ഒരു മുന്നിലെങ്കിലും അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു അനുഗ്രഹാശിസുകളോടെയാണ് തുടങ്ങിയതെങ്കിലും ഇതിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ ഇടതുപക്ഷക്കാരും CPM-കാരും CPI-ക്കാരും. അങ്ങനെ ഒരു ഇടതുപക്ഷ ചാനലിൽ നിന്നുള്ളൊരു ആരോപണമല്ല, ഫലത്തിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇടതാണ്, മനസ്ഥിതി ഇടതാണ്. കോളേജ് കാലത്തും ഉണ്ട്, സ്കൂളിലല്ല കോളേജ് തൊട്ട് തന്നെ ഞാൻ ഇടതാണ്. എന്റെ ലോയോല കോളേജ്, ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യം സ്ട്രൈക്ക് നടത്തുന്നത് ഞാനാണ്. സ്റ്റുഡൻസ് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ആദ്യം ഞാൻ ഈ സെക്രട്ടറിഷിപ്പ് ഇലക്ഷനൊക്കെ നിൽക്കാൻ വേണ്ടി ചൂടിൽ ചെയ്തപ്പോ അവിടെ ഒരു സ്ട്രൈക്ക് നടത്തി. പിന്നെ MCC-യിൽ അപ്പോഴേക്ക് നമ്മുടെ ഇടതിന്റെ ഒരു സ്റ്റുഡൻസ് മൂവ്മെന്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്റെ വ്യക്തിപരമായൊരു ഒരു പ്രിൻസിപ്പിളായിരുന്നു. നമ്മൾ ചാനൽ വരുമ്പോൾ അതിനൊരു ലെഫ്റ്റ് ഇടതായി പോകുന്നു, അല്ലാതെ ഒരു പാർട്ടി ചാനലാവണമെന്നല്ല. എന്നാൽ മൂല്യങ്ങൾ ഇടത് മൂല്യങ്ങളെല്ലാം ഒരു ഡെമോക്രാറ്റിക് ആയിരിക്കും, പ്രോഗ്രസീവ് ആയിരിക്കും. പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇതിൽ ഞാൻ കരുണാകരനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ സ്വഭാവം കരുണാകരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്നാലും എന്നോട് ഒരു അല്ല, ഈ ചാനലിന്റെ സ്വഭാവം ചായ കൊണ്ടെന്നുള്ളത് കരുണാകരന് കൃത്യമായിട്ട് മനസ്സിലായി. എന്നാലും എന്നെ ഒരു പ്രാവശ്യം വിളിച്ച് അതിനെപ്പറ്റി ഒരു ഖേദം പറയുകയോ പ്രകടിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഇന്ന ആളെ ഒരു ജോലിക്ക് എടുക്കണം എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല. മാത്രമേ ഞങ്ങൾ കാണുമ്പോഴൊക്കെ വളരെ സൗഹൃദം. കാരണം അതൊരു വ്യക്തിയുടെ ഒരു എഡിറ്റർഷിപ്പിലേക്ക് പുള്ളി കൈയെടുക്കില്ല. അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അതിന്റെ മനസ്സിൽ അപ്പോഴും ആദരവോടുകൂടി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ലെഫ്റ്റ് ചാനലിന്റെ സ്വഭാവം തന്നെയായിരുന്നു. നേരത്തെ
ആരോപണമല്ല എന്ന് ബുജിന്ന് പറഞ്ഞു. പലരും അത് ആരോപണം പോലെ പറയാറുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. അത് ഇപ്പൊ ഇത് ലെഫ്റ്റ് ചാനൽ നിങ്ങൾ പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ഞാൻ ആരോപണം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ലെഫ്റ്റ് ആവുന്നത് എന്താ ഒരു കുറ്റമാണോ? റൈറ്റ് ആവുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ലെഫ്റ്റ് ആവുന്ന കുറ്റമാണോ? അതെ 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 അതെ. ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു മാറ്റത്തിൽ അങ്ങ് സങ്കടം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. സങ്കടമുണ്ട്, തീർച്ചയായിട്ടും സങ്കടമുണ്ട്. പക്ഷെ അത് എനിക്ക് ഞാനിപ്പോ വിട്ടിട്ട് 25 കൊല്ലമായില്ലേ. എന്നാലും ഈ ഒരു കഴിഞ്ഞൊരു 5-10 കൊല്ലത്തിലാണ് ഒരു രൂക്ഷമാവുന്നത്. അതെ, രൂക്ഷമാവുന്നത്. അപ്പൊ എന്റെ അത്ഭുതം അത് ഇതിനു മുമ്പേ രൂക്ഷമായി പോയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റ മാധ്യമ സ്ഥാപനമില്ല എന്നുള്ളതാണ് സത്യം. എടുത്തു പറയാൻ ഒന്നുമില്ല. ചിലര് ഭേദമാണ്, ചിലര് മോശമാണ്, ചിലർ വളരെ അധപ്പതിച്ചു പോയി എന്ന് പറയാൻ അതെ ഇതൊരു മാതൃകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിനെ പറ്റിയോ ഒരു പേപ്പറിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മാറിപ്പോയി. ഈ സർക്കാരിനെതിരായിട്ട് ഈ ഇലക്ഷൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് 3ാമത്തെ ടേമിനുള്ള ഒരു പുറപ്പാടാണ്. അതിൽ സക്സീഡ് ഇൻ ദാറ്റ്. ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കാലാവധി ഏകദേശം കഴിയാറായി തുടങ്ങിയില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു മീഡിയമായിട്ട്. ഇപ്പോ ഇനി പുതിയ മീഡിയമാണ് ഡിജിറ്റൽ മീഡിയം. പലരും ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിലേക്ക് കടന്നു.